LBSMC എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എല്ലാവരും ലാസ്റ്റ് റൗണ്ട് ഓഫ് പ്രിപ്പറേഷനിലായിരിക്കും LBSMC എൻട്രൻസിന്റെ. നമ്മൾ ഇനി എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേക്കണമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ LBSMC എൻട്രൻസിന്റെ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് എക്സാം വരുന്നത്. ഈ 120 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നമുക്ക് 120 മിനിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടാറുള്ളത്. ഈ ക്വസ്റ്റ്യന്റെ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് 50 ക്വസ്റ്റ്യൻസും മാത്സിന് 25 ക്വസ്റ്റ്യൻസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 25 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിന് 15 ജനറൽ നോളജിന് 5. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസിനും ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷ്. LBSMC എൻട്രൻസിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. റോങ് ആൻസർ വരുന്നില്ല, നെഗറ്റീവ് മാർക്കില്ല. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ടഫ്നെസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ടോപ്പിക്ക് ഒരു ഈസി ടു മീഡിയം ലെവൽ ടഫ്നെസ് ആണ് വരാറുള്ളത്. മാത്സ് ആണെങ്കിൽ ഒരു മീഡിയം ടു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഹാർഡായിട്ട് നമുക്ക് വരാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു മീഡിയം ലെവൽ ടഫ്നെസ് ആണ് വരാറുള്ളത്. ഇംഗ്ലീഷ് ഒരു മീഡിയം ലെവൽ ടഫ്നെസ് ആണ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ GK എടുക്കുമ്പോൾ ലാസ്റ്റ് 6 മന്ത്സിലെ GK ആണ് ഈ നമ്മൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് പോർഷൻ നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചൂസ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വേണം ആദ്യം അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്സ് ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കമ്പ്യൂട്ടറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈസി ടു മീഡിയം ആണ്. 50 ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ടറിൽ പ്രോബ്ലം ആയിട്ട് വരുന്ന നോർമലി ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും മാക്സിമം പ്രോബ്ലം ലെവലിൽ ചോദിക്കുന്നത്. ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് പ്രോഗ്രാമിംഗ് ലെവലൊക്കെ ഒരു 10 ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനും 1 മിനിറ്റിൽ താഴെ എടുക്കാറുള്ളൂ. അങ്ങനത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി 40ഓളം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് നമുക്ക് ഓപ്ഷനിൽ എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കമ്പ്യൂട്ടറിൽ ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ അവിടെ നിന്ന് ലാഭിക്കുന്ന സമയം നമുക്ക് ടഫ്നെസ് കൂടിയ മാത്സും അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇത് രണ്ടും അറ്റൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. കാരണം മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻസ് നോക്കിയവർക്ക് മനസ്സിലാവും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഒന്നിക്കുള്ളിൽ മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്ത് എന്ത് സംഭവിക്കും, നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കിട്ടാതെ വരാം. ടഫ്നെസ് കൂടുമ്പോൾ എക്സ്ട്രാ പാടുള്ള ഒരു ഫീലിംഗ് വരും. അപ്പം ഈ എളുപ്പമായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. എപ്പോഴും സേഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എളുപ്പമുള്ള 50 കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് ചൂസ് ചെയ്യാൻ നല്ലത് എപ്പോഴും ഇംഗ്ലീഷും GK ആണ്. GKയും ഇംഗ്ലീഷും നമുക്കൊരു മീഡിയം ലെവൽ, അതായത് GK ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അറിയാമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് മാർക്കിംഗ് ചെയ്താലും നമുക്ക് ആ 5 ക്വസ്റ്റ്യൻസ് തീരും. അത് നമുക്ക് 5 മിനിറ്റ് പോലും എടുക്കില്ല. ഈ ഇംഗ്ലീഷ് ചെയ്യാനും അത്രയും ടൈം എടുക്കില്ല. അപ്പൊ അവിടെ ലാഭിക്കുന്ന സമയം നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാത്സ് ചെയ്യാം. എന്റെ ഒരു സജഷൻ ഓർഡറിംഗ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് അറ്റംപ്റ്റ് ചെയ്യുക, ഇംഗ്ലീഷ് അറ്റംപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് GK അറ്റംപ്റ്റ് ചെയ്യുക. ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യന് 50 മിനിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ GKക്കും 5 മിനിറ്റ്, ഇതിന് 15 മിനിറ്റ്. അപ്പൊ 20, 5, 70 മിനിറ്റ് നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ 70 മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കുറേ ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ഈ ഒരു 70 ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റിയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് ലാഭിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ടഫ് ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതെന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും മാത്സിലും വരുന്ന ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈസി ക്വസ്റ്റ്യൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ടഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടഫ് പോർഷൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെങ്കിൽ അടുത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം OMR ബേസ്ഡ് എക്സാം ആണ്. OMR ബേസ്ഡ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാറ്റഗറിയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് CBT, ഒന്ന് നമ്മുടെ OMR. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് പോവാം. CBTക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് മാറ്റിയിട്ട് വേറെ ഓപ്ഷൻസ് മാർക്ക് ചെയ്യും. ഞാൻ ആക്സിഡന്റലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ Bക്ക് വരാം C മാർക്ക് ചെയ്താൽ പിന്നെ എനിക്കത് തിരിച്ചെടുക്കാൻ ക്വസ്റ്റ്യൻസ് CBT എക്സാംസ് അലോ ചെയ്യുന്നു. OMRന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഇത് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 12th ക്വസ്റ്റ്യൻ ആൻസർ ആക്സിഡന്റലി C എന്ന് പറയുന്നത് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചേഞ്ച് വരുത്താൻ പാടില്ല. നിങ്ങളിത് മനസ്സിൽ എപ്പോഴും വയ്ക്കുക. ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ അറിയായിരിക്കും. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അർഹതപ്പെട്ട മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. 13 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന് നേരെയുള്ള ആൻസർ കറക്റ്റാണ്, അത് വിരൽ വെച്ച് പോയിന്റ് ചെയ്ത് D ആണെങ്കിൽ D എന്ന് തന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതൊന്ന് എൻഷുർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻഷുർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ
കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഓർഡർ ചെയ്യാം.